ഇനി വിദേശ വാർത്തയിലേക്ക്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനുമായി വീണ്ടും യുദ്ധം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. മാത്രമല്ല, കുവൈറ്റ് ആക്രമണത്തെ ചൊല്ലിയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇറാനും അമേരിക്കൻ തമ്മിൽ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ സമയത്ത് BP ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, അത്യാവശ്യം നല്ല മഴയാണെങ്കിലും പശ്ചിമേഷ്യൻ നല്ല ചൂട്. ഗുഡ് മോർണിംഗ്. അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചെന്ന് തോന്നുന്നു. നല്ല ഊർജ്ജമുണ്ട്. ഊർജ്ജത്തിനൊരു കുറവില്ല. ഒരു കാര്യം, വീണ്ടും ട്രംപ് രംഗത്ത് വന്നിരിക്കുക. അവിടെ അമേരിക്കയില് കോൺഗ്രസിലൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കെ ട്രംപിനൊരു മയവുമില്ല. ഇനി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ വീണ്ടും ഇറാനുമായി യുദ്ധം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം, അമേരിക്കയിലെ ജനങ്ങളുടെയും അവിടുത്തെ US കോൺഗ്രസിന്റെയും സമ്മർദ്ദമൊക്കെ മൂലം ട്രംപിന്റെ കൈകൾ പതുക്കെ കെട്ടപ്പെടുന്ന അവസ്ഥയാണ്. അതിനിടയിലും ട്രംപ് ഈ നമ്മൾ പറയില്ല, നാട്ടുകാർ വീമ്പ് പറച്ചിൽ എന്ന് പറയുന്ന പോലെ തള്ളുന്നതിനൊരു കുറവുമില്ല. അപ്പോൾ ഇറാൻ ഇനി ഒരു അമേരിക്കക്കാരനെ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യനെ കൊലപ്പെടുത്തിയാൽ ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ കുവൈറ്റിൽ ഇറാൻ ആക്രമണം നടത്തിയതിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ വാഗ്വാദം നടക്കുകയാണ്. ഇറാൻ പറയുന്നത് ഇത് ഞങ്ങളല്ല ഈ മിസൈൽ അയച്ചത്. ഈ മിസൈല് പ്രത്യേകിച്ച് അത് വന്ന് വീണത് കുവൈറ്റിന്റെ ഏക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഒരു ഇന്ത്യക്കാരൻ, മധ്യപ്രദേശുകാരൻ കൊല്ലപ്പെട്ടു. അയാളൊരു തയ്യൽക്കാരനാണ്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അന്ന് രാവിലെ 7:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറാനിരുന്ന ആളാണ് കൊല്ലപ്പെട്ടത്. 60 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. അവിടെ നമുക്ക് കിട്ടുന്ന വിവരം, ഇന്ത്യൻ സമയം പുലർച്ചെ 3 മുതൽ 4:15 വരെ സൈറൻ ഉണ്ടായിരുന്നു, സ്ഫോടനങ്ങൾ നടന്നു. പക്ഷേ ഈ വിമാനത്താവളം, അതൊക്കെ US ബേസിലേക്കാണ് പോയത്. വിമാനത്താവളം ആക്രമിക്കപ്പെട്ട സമയത്ത് ഒരു തരത്തിലുള്ള സൈറനും മുഴങ്ങിയില്ല. അതുകൊണ്ട് പാസഞ്ചേഴ്സ് ആരും ഓടി ഒളിക്കുകയോ മാറുകയൊന്നും ചെയ്തില്ല. അവിടെ മേൽക്കൂര തകരുന്നതിൻ്റെയൊക്കെ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. അതേക്കുറിച്ച് പറയുന്നത് ഇറാന്റെ വാദം, ഇത് പാട്രിയറ്റ് മിസൈലുകൾക്ക് തെറ്റുപറ്റിയതാണ്, അവരുടെ വീഴ്ച കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. ഒരുപക്ഷെ ഇറാൻ കൊണ്ടുവന്ന അയച്ച മിസൈലുകൾ പാട്രിയോട്ട് സംവിധാനത്തിന് തടയാൻ കഴിഞ്ഞില്ലെന്നായിരിക്കും ഇറാൻ പറയുന്നത്. ഞങ്ങൾ വിടും, നിങ്ങളെ തടഞ്ഞിടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം എന്നുള്ള രീതിയിൽ കൂടിയായിരിക്കും ഇറാൻ പറയുന്നത്. ഞങ്ങളുടെ കുഴപ്പമല്ലത് അമേരിക്കൻ പാട്രിയറ്റ് മിസൈലുകളുടെ അവ തെറ്റി വന്ന് പതിച്ചതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഒരു പുതിയ ഇത് പറഞ്ഞിരിക്കുന്നു. ലെബനോനിൽ കയറി ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്താതെ ഒരു തരത്തിലുള്ള അനുരഞ്ജനമില്ല, യുദ്ധം അവസാനിക്കില്ല. ലെബനോനിൽ കയറി ഇസ്രായേലിന്റെ സേനയും വ്യോമസേനയും വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മരണസംഖ്യ ഏതാണ്ട് 3600 അടുത്തെത്തി. ഈ മാർച്ച് 2 മുതലുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്നലെയാണ് ഇസ്രായേലും ലെബനോനും തമ്മിൽ വീണ്ടും വെടിനിർത്തൽ കരാറായത്. പക്ഷേ ഹെസ്ബുള്ള അത് തള്ളിക്കളഞ്ഞു. ഹെസ്ബുള്ള ലെബനോനിലെ ഈ ഇറാന്റെ ബന്ധമുള്ള പ്രസ്ഥാനമാണ്. ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് ഇപ്പോഴും റോക്കറ്റുകൾ തൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേലിന്റെ ആഭ്യന്തരമന്ത്രി ബെൻഗീവർ പറയുന്നു. അവർ ആക്രമണം തിരിച്ചടിക്കുകയാണ്. അപ്പോൾ ലെബനോനിലെ യുദ്ധം നിൽക്കാതെ ഇറാൻ യുദ്ധം നിൽക്കില്ലെന്ന് പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്ന 100 കപ്പലുകൾ അവിടെയുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഒരു ആശങ്കയുണ്ട്. കാരണം കുവൈറ്റ് ആക്രമിച്ച ഇറാൻ ഇനി എന്തെങ്കിലും പ്രകോപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ UAEയും സൗദിയും ഖത്തറും ഒമാനും ഒക്കെ ആക്രമിക്കുമോ എന്നുള്ള ഭീതി പരക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും. സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷം തീരാനുള്ള സാധ്യത അത്ര എളുപ്പമല്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനായി, അദ്ദേഹം വളരെ ഹാർഡ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒളികേന്ദ്രത്തിലാണ്. ഇന്നലെ അവരുടെ ഈ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച ആയത്തുള്ള റുഹാനിയുടെ 30 ചരമവാർഷികമായിരുന്നു. ഈ 36 വർഷവും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പരമോന്നത നേതാവ് വന്ന് സംസാരിക്കുമായിരുന്നു. ഇത് ആദ്യമായിട്ട് പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ രംഗത്ത് വന്നില്ല, സംസാരിച്ചില്ല. സെറിമോണിയലായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിക്കുക മാത്രമാണ് ചെയ്തത്. എന്തായാലും അതിൽ ടഫായിട്ടുള്ള സ്റ്റാൻഡിൽ ഇറാൻ പോകുമെന്നുള്ളത് തന്നെയാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.